ഈ അടുത്ത സമയത്ത് എന്നെ ഒരു ക്ലയൻറ്റ് ഹോസ്പിറ്റലിൽ ആയിരുന്നപ്പോൾ ICUവിലായിരുന്നപ്പോൾ അവരുടെ വീട്ടുകാർ വിളിക്കുകയുണ്ടായി. അപ്പോൾ ICUന്ന് മാറ്റി ഇയാളെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോഴാണ് എന്നെ വിളിച്ചത്. വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പോയി ഇങ്ങോരെ സന്ദർശിക്കുകയുണ്ടായപ്പോൾ വിസിറ്റ് ചെയ്തപ്പോൾ ഇങ്ങോര് നിയർ ഡെത്ത് എക്സ്പീരിയൻസ്, ആ മരണത്തിനോട് മുഖാമുഖം കണ്ട സംഭവമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. മരണത്തിനോട് മുഖാമുഖം കണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങോര് സർവൈവ് ചെയ്ത് പോരാൻ പറ്റില്ല എന്നുള്ള ഇയാളുടെ മനസ്സിലുള്ള പേടി, രക്ഷപ്പെടാൻ പറ്റില്ല എന്നുള്ള പേടി അപ്പോഴും ഉണ്ടായി. ഈ വീട്ടുകാരെ എന്നെ വിളിക്കാൻ കാരണം ഇങ്ങോർക്ക് പല സമയത്തും ഭയപ്പാടുണ്ടാകുകയും രാത്രി കിടന്നുറങ്ങാൻ പറ്റാണ്ടാകുകയും പിന്നീടും ഇങ്ങനെ തന്നെ സംഭവിക്കും എന്നുള്ളൊരു തോന്നലും ഇങ്ങോർക്ക് വന്ന് പെട്ടുകൊണ്ടിരുന്നിരുന്നു. അത് കാരണമാണ് ഇവരുടെ വീട്ടുകാർ എന്നെ വിളിക്കാൻ കാരണമുണ്ടായത്. അങ്ങനെ ഞാൻ പോയി കണ്ടപ്പോൾ ഇങ്ങോര് ആ സമയത്തുള്ള അനുഭവങ്ങളാണ് എന്നോട് പങ്കുവച്ചത്. അത് ആ സമയത്ത് ഇങ്ങോർക്കുണ്ടായത് ഒരു നിയർ ഡെത്ത് എക്സ്പീരിയൻസ് എന്നാണ് അതിന് പറയുന്നത്. മരണത്തിന് മുഖാമുഖം കണ്ട സംഭവം. അപ്പോൾ ഇങ്ങോരുടെ കുട്ടിനാളിലുള്ള ഓരോ കാര്യങ്ങൾ ഇങ്ങോരുടെ മനസ്സിലിങ്ങനെ ഓടിയെത്തുകയും ഇങ്ങോര് ഇപ്പം മരിക്കാൻ പോണു എന്നുള്ളൊരിത് മനസ്സിൽ കയറി വരികയും അപ്പം അതിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് എന്താണ്, ഇങ്ങോർക്ക് അപ്പം ആ സമയത്ത് തോന്നുന്നത് എന്താണ്, നീ ഇപ്പം മരിക്കില്ല, നീ രക്ഷപ്പെട്ടു പോരും, നീ റിക്കവറി ആയി പോരും എന്നുള്ളതാണ് ഇയാളുടെ മനസ്സിലെ ഒരു ഗോൾഡൻ പ്രകാശം വന്ന് ഇത് പറയുന്നതായിട്ട് ഇയാൾക്ക് തോന്നുന്നത്. ഗോൾഡൻ പ്രകാശമല്ല പറയണേ, ഇയാളുടെ ഉള്ളിലുള്ള സോള്, അയാളുടെ ഉള്ളിലുള്ള സോളായിരിക്കാം, അല്ലെങ്കിൽ അതർ എൻറ്റിറ്റി ആയിരിക്കാം ഇങ്ങോരുടെ മനസ്സിൽ വന്ന് ഇങ്ങനെ പറയുന്നത്. അങ്ങനെ പറയുന്ന കാരണമാണ് ഇയാൾക്ക് പേടിയായിട്ട് പകലൊന്നും കിടന്നുറങ്ങാൻ പറ്റാണ്ടാവുകയും രാത്രി ഉറങ്ങാൻ പറ്റാണ്ടാവുകയും ചെയ്തത്. ഇതിന് പാരാസൈക്കോളജി പ്രകാരം പറയുന്നത് സർവൈവൽ ഹൈപ്പോത്തിസിസ് എന്നാണ് പറയുന്നത്. സർവൈവൽ ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ സോള്, അല്ലെങ്കിൽ അതർ എൻറ്റിറ്റി, പുറത്തുനിന്നുള്ള എൻറ്റിറ്റി, അതാണ് ഇങ്ങോരെ രക്ഷപ്പെടുത്തിയത്. ആ രക്ഷപ്പെടുത്തിയ കാരണം ഇങ്ങോര് പലതവണ ഞാൻ കൗൺസിൽ ചെയ്യുകയും ഇങ്ങോര് കൗൺസിൽ ചെയ്തിട്ട് ഇങ്ങോരെ ഭയപ്പാട് മാറുകയും ഇങ്ങോര് സുഖപ്രദമായിട്ട് വീട്ടിലെത്തുകയും പല പ്രാവശ്യം എന്നെ ഫോൺ കോൾ ചെയ്യുകയും ചെയ്തു. എന്നെ പലതവണ ഇവരെ സന്ദർശിക്കുകയുണ്ടായി, വന്ന് കാണുകയുണ്ടായി. അത് നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നു.